ഭഗവാൻ ബച്ചാവൂ. മേം സാബ് ജയിക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ജയിക്കരുതെന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? ഞങ്ങളുടെയൊക്കെയോ? ജഗ്ഗുന്റെയും നിങ്ങളുടെ അബ്ബാസിന്റെ എല്ലാം. അയ്യോ, അതെന്താ മേം സാബ് അങ്ങനെ പറഞ്ഞത്? ജഗ്ഗുന് ഒന്നും അറിയില്ലേ എന്ന് ചോദിച്ചാ അബ്ബാസ് ഭായി അറിയാം. കേരളത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഭായി ഒഴിഞ്ഞതാ, പിന്നെ ഞാനാ നിർബന്ധിച്ചത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ട്. അല്ലാതെ എന്തിനാ വന്നെന്ന് അറിയില്ലല്ലേ? അബ്ബാസ് ഭായി അതൊന്നും ഒരിക്കലും എന്നോട് പറയാറില്ല. സത്യം എനിക്കറിയില്ല മേം സാബ്. എന്നാൽ എനിക്കറിയാം. ഇവിടെ കുഴപ്പമുണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ നാടാന്റെ ആളായിട്ട്. ഞങ്ങളൊക്കെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നല്ല കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇനിയും ജഗ്ഗുവിന് അറിഞ്ഞൂടെങ്കിൽ അറിയാൻ വേണ്ടിയാ പറഞ്ഞത്. എനിക്ക് നിന്റെ ആ സ്ഥാനാർത്ഥി കിളി ഒന്ന് കാണണല്ലോടാ. നീ എന്റെ ആളാണെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ? എനിക്ക് ഇച്ചിരി ഒന്നും കാണണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ പിന്നെ പറയാം. വാ, വന്നുവെല്ലാം കഴിക്കേ. വേണ്ട, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ പച്ചവെള്ളം കഴിക്കില്ല. നമ്മളിവിടെ വന്നത് തല്ലും ബഹളം ഉണ്ടാക്കി പാർവതിയെ തോൽപ്പിക്കാനാ? അത് പറ. തല്ലും ബഹളം ഉണ്ടായത് വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ ഏറ്റെടുത്ത് നടത്താതെ പോയ ഒരു സംഭവം അബ്ബാസിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവരല്ലേ അവര് വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ആളുകളെ ജോലിയെ ജീവിക്കാൻ ശീലിപ്പിക്കുന്നില്ല അവര്. ജഗോ, ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പ് തരാം. പാർവതിക്കും ആശ്രമത്തിനും അവരെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഒരാപത്തും വരില്ല. ठीक है? എന്താ പേര്? ഗോപാലസ്വാമി. ഗോപാലസ്വാമിയുടെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും? ആര് ജയിച്ചാലും നമുക്ക് പ്രയോജനമൊന്നുമില്ല. ആട്ടെ, അമ്മാവൻ ആർക്കാ വോട്ട് ചെയ്യുന്നേ? ഇതുവരെ നാടാടെ ആൾക്കാ വോട്ട് ചെയ്തിരുന്നേ. അന്ന് എതിര് നിൽക്കാൻ ആളില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ പണിക്കർ സാർ പറയുന്ന പോലെ എങ്ക വോട്ട് പാർവതി അമ്മാവുക്ക് താ. അതെന്താ? ഇതിനു മുമ്പൊക്കെ നിങ്ങൾ രാജമാണിക്യ നാടാർ പറയുന്ന ആൾക്കല്ലേ വോട്ട് ചെയ്തിരുന്നത്? അതെ, ചെയ്തിരിക്കോ. അവര് നിറയെ പണം തരുവാങ്ക, സാരി തരുവാങ്ക, സാരായം തരുവാങ്ക. ഇനിമേലെ നടക്കാതെ. അതെന്താ കാരണം? இந்த வாட்டி நாடார் என்ன குண்டாயசம் காமிச்சாலும் பணிக்கிற சாரோட சின்ன குழந்தைக்கு தான் நாங்க ஓட்டு போடுவோம். அப்படித்தானே? அப்படிதான், அப்படிதான். എന്താ വിശ്വാസക്കുറവുകൊണ്ടാണോ പരിശോധനയ്ക്ക് ഇറങ്ങിയത്? വിശ്വാസക്കുറവുകൊണ്ടല്ല. ഈ നാട്ടിൽ ഇല്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരു മനസമാധാനക്കുറവ്. അബ്ബാസിന്റെ പണി അബ്ബാസിന് വിട്ടുതരിക. நான் 1000 வாட்டி சொன்னேன், இவன் நம்பவே இல்ல. நீங்க நிம்மதியா நம்ம வேலையை பாருங்க. வரேன், வாயா. சந்தேகம் பிடிச்சவன்லாம் கூட வச்சுட்டு பெரிய தொல்லையா போச்சு. എടോ നാടാരെ, അവൻ പറയുന്നത് വിശ്വസിക്കാവോടോ? അവന്റെ താടിയും മുടിയും നോട്ടും എല്ലാം കൂടെ കാണുമ്പോ நீ கவலையே படாத. அவன் பாக்குறதுக்கு தான் அப்படி. யாருகிட்டயும் பேச மாட்டான், ஆனா காரியத்துல கெட்டிக்கார. അതല്ലടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ അന്നത്തെ വെരട്ട് ആ പത്രക്കാരി പെണ്ണിന് ഏറ്റ ലക്ഷണമില്ല. ഇനി അവളെ വെറുതെ വിട്ടാൽ നമ്മൾ ആപ്പിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. என்னையா பைத்தியக்கார மாதிரி பேசுற? അവൾ വീണ്ടും എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ ഒപ്പിക്കാൻ പോവാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നമ്മുടെ ഡിസ്റ്റിലറിയും മദ്യദുരന്തവും അബ്ബാസും ഇലക്ഷനും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി തയ്യാറാക്കി അവൾ ഡൽഹിയിലെ പത്രത്തിൽ അയക്കാൻ പോവാണെന്ന്. ഇലക്ഷൻ കമ്മീഷണർക്കും കോപ്പി അയക്കുമെന്ന്. പോയാ താൻ ആ ഇലക്ഷൻ കമ്മീഷണറെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, ഇയാളെല്ലാം പത്രം വായിക്കുകയല്ലോ. അങ്ങേരാളൊരു കടിക്കാൻ പറ്റിയ എല്ലും കഷ്ണവും കാത്തു കിടക്കുകയാണ് അയാള്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞതുപോലെ ഈ ന്യൂസ് സ്റ്റോറിയും കൂടി ആവുമ്പോ ഇലക്ഷൻ എങ്ങാനും ക്യാൻസൽ ചെയ്യുമെന്നാണ് എന്റെ പേടി. யார் அந்த எலெக்ஷன் கமிஷனர்? சீஃப் மினிஸ்டர் நம்ம பக்கம் தானே. ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ പക്ക വരുന്നാലും ഒന്നും ചെയ്യാനാവില്ല. തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇലക്ഷൻ കമ്മീഷണറെ. ഒരു നിലയ്ക്കും ആ പെണ്ണ് എഴുതുന്ന ഒരു സ്റ്റോറിയും ഡൽഹിയിൽ എത്താൻ പാടില്ല. ஓ, அப்படி ஒண்ணு இருக்கா?
എങ്ങനെ സംഭവിച്ചു എന്ന് വല്ല വിവരമുണ്ടോ? അന്വേഷിക്കുന്നുണ്ട് സാർ. ஏதோ ஆக்சிடென்ட்ல செத்து போச்சுன்னு கேள்விப்பட்டேன். എന്തായാലും വിശദമായ അന്വേഷണം വേണം. സാർ വാ. പത്രങ്ങളുടെയും പത്രക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊരു വീഴ്ചയും ഉണ്ടാവില്ല. ഈ കാര്യം ഞാൻ വീണ്ടും 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 പൊക്കിപ്പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിതാ മേനോന്റെ മരണം ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം. ഇതിന്റെ പിന്നിലുള്ള കറുത്ത ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഞാനും എന്റെ പാർട്ടിയും ശക്തമായി ശ്രമിക്കുന്നതാണ്. ഈ നാട്ടിലെ നിയമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം. ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മന്ത്രിമണ്ഡലത്തെയും DGPയോട് തിരിച്ചു വിളിക്കാമെന്ന് പറയൂ. എന്തായാലും താനും രാജമാണിക്യം നാടാരും കൂടി ചെയ്ത ചെയ്ത്ത് ഒരു കടുങ്കൈയായി പോയി സിക്കേ. നാടാകെ ഇളകിയിരിക്കുക. കൂടാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എൻക്വയറീസ് വേറെയും. നമ്മൾ എന്ത് മറുപടി പറയും? എന്താ ഒന്നും മിണ്ടാത്ത രാമേഷ? താനാ ഹോം മിനിസ്റ്റർ, മറക്കണ്ട. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണമെന്ന് കളക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കാം. അല്ല എന്ത് ചെയ്യാനാ CM? അപ്പോഴേ എന്ത് നിർദ്ദേശം കൊടുത്താലും മീനാക്ഷിപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗത്തിൽ ബോംബ് വീണെന്ന് ആര് പറഞ്ഞു? അത് ബോംബായിരുന്നില്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ മിസ്ഹാപ്പ് ഇൻ കണക്ഷൻ വിത്ത് പവർ സപ്ലൈ. ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് മാത്രം എന്നൊരു പ്രസ്താവന CM പത്രങ്ങൾക്ക് എഴുതി കൊടുക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് അയക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറയണം. മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഈച്ചയ്ക്ക് പോലും കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തടത്ത് 7000 പേർ ചാകുമെന്ന് എഴുതി കൊടുത്തില്ലേ? CMന് ഡൽഹിയിലുള്ള സ്വാധീനം വെച്ച് ഇക്കാലത്ത് നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? CK പറഞ്ഞതിലും ബുദ്ധിയില്ലാതില്ല. വിളിക്കണം CM ചീഫ് സെക്രട്ടറിയെ. വളരെ വറീഡാണല്ലോ. ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദിസ് ജോബ്. ഇതിനേക്കാൾ ഭേദമായിരുന്നു പഴയ ടീച്ചറുടെ ജോലി എന്ന് തോന്നുന്നുണ്ടോ? ദേ, ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഉത്തരവിന് കാത്തു നിൽക്കുന്ന പട്ടാളക്കാരന്റെ അവസ്ഥയാ. എന്താന്ന് വെച്ചങ്ങ് പറഞ്ഞാൽ മതി. ആ, ഞാൻ രാജുവിനെ അടിയന്തരമായി വിളിപ്പിച്ചത് സിറ്റുവേഷൻ ഒന്ന് അസസ് ചെയ്യാനാണ്. മറ്റന്നാൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാം. ആരെ ഒതുക്കണം അതിങ്ങ് പറഞ്ഞാ മതി. അടിയുണ്ടാക്കാൻ തനിക്ക് ധൃതിയായി. സമാധാനമായ ഒരു ഇലക്ഷൻ ആ ക്രിമിനൽ പുറത്ത് നിൽക്കുമ്പോൾ നടക്കുവോ? അവനെ പോക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി രാജമാണിക്യം നാടാരെ 2 ദിവസം ലോക്കപ്പിലിടണം. അത്രയ്ക്കൊന്നും വേണ്ട. എന്നാ മേഡം പോയി ഒരു ട്രാങ്ക്ലേസർ ഒക്കെ അടിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഇനി ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ഉറക്കുള്ളൂ.